വ്യക്തി കേന്ദ്രീകൃതമായ സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടി ശബരിമലയെ ദുരുപയോഗം ചെയ്യുന്നതായി ആചാരലംഘനം അന്വേഷിച്ച ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്നു. ആചാരത്തിന് വിരുദ്ധമായി ഏപ്രിൽ 10-ന് രാവിലെ നട തുറക്കുകയും ആരോപണ വിധേയനായ വ്യക്തിക്ക് വേണ്ടി അന്നത്തെ പൂജ അനുവദിച്ചു നൽകുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്നേ ദിവസം നടൻ ജയറാമിന് സോപാനത്തിൽ ഇടയ്ക്ക കൊട്ടാൻ അനുവദിച്ചതും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഭാഗത്തെ കൃത്യവിലോപമാണെന്ന് കണ്ടെത്തി. കഴിഞ്ഞ 25 വർഷമായി ശബരിമലയിൽ സ്ഥിര സാന്നിധ്യമായ വിവാദ വ്യവസായി സുനിൽ സ്വാമിക്ക് അനർഹമായ പരിഗണന നൽകുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർ ഇയാളിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നുണ്ട്. സോപാനത്തിന് സമീപമുള്ള ഗാർഡ് റൂമിലാണ് ഇയാളുടെ താമസം. ഇത് അവസാനിപ്പിക്കണം. സോപാനത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സുനിൽ സ്വാമി ഇടപെടുന്നതും ഒഴിവാക്കണം. ടിക്കറ്റ് എടുത്തു വരുന്ന ഭക്തരേക്കാൾ കൂടുതൽ പരിഗണന ഇയാൾക്ക് ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഏപ്രിൽ 10-ന് നടൻ ജയറാം സോപാനത്തിൽ ഇടയ്ക്ക കൊട്ടിയത് നിയമവിരുദ്ധമായിട്ടാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് കണ്ടെത്തുന്നു. ഇടയ്ക്ക കൊട്ടാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത് കണ്ടിട്ടും നടപടിയെടുത്തില്ല. ഇതിലടക്കം 4 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശയുണ്ട്. ദേവസ്വം വിജിലൻസ് എസ്ഐ ആർ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കൈമാറി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.